ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ബിയോണ്ട് ഫിയർ എന്നാണ് നമ്മളെ യൂണിറ്റിൻ്റെ പേര്. ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഭയത്തിനപ്പുറം അല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ എന്താണ്? മഴ പെയ്യുന്നുണ്ട് അല്ലേ. റോഡിൽ ഒരു മരം വീണ് കിടക്കുന്നത് ഒരു കുട്ടി മഴ നനഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് അവനെ നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ. കാറുകൾ അവിടെ ഇവിടെയായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ യൂണിറ്റ് 1 ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചിത്രത്തിന് താഴെയായിട്ട് ഗാന്ധിജിയുടെ ഒരു കോട്സ് തന്നിട്ടുണ്ട്. എന്താണ് ആ കോട്സ്? എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ their strength but by their ability to inspire and lead others. അല്ലേ, മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത്. എന്താണ് പറയുന്നത്? ഒരു യഥാർത്ഥ നായകൻ അല്ലേ, ഒരു യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത്, നായകനെ നിർവചിക്കുന്നത് പറയുന്നത് എന്തുകൊണ്ട്? അവരുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് എന്താണ്? മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും നയിക്കാനുമുള്ള അവരുടെ കഴിവിലൂടെയാണ് ഒരു യഥാർത്ഥ നായകനെ നിർവചിക്കുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അവരുടെ ശക്തിയല്ല, മറിച്ച് എന്താണ്? മറ്റുള്ളവരെ അവരുടെ പ്രവർത്തനം കണ്ട് പ്രചോദനം ഉൾക്കൊള്ളണം അല്ലേ, അതിലേക്ക് നയിക്കാനുള്ള അവരുടെ ഒരു കഴിവിനെയാണ് ഒരു നായകൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് വ്യക്തികളുടെ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് അല്ലേ. ഗാന്ധിജി ഉണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ഒരുപാട് വ്യക്തികളുടെ ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, വൈ ഡു വി റിമെമ്പർ ദെം ആസ് ഹീറോസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹീറോസുകളെ എപ്പോഴും ഓർക്കുന്നത്? വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്തൊക്കെ സ്പെഷ്യലായിട്ടുള്ള ക്വാളിറ്റീസാണ് ഹീറോസിന് അവരുണ്ടാക്കിയെടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ഓർക്കുന്നത്? ദേ റിമൈൻഡ് ആസ് ദ പ്രൗഡ് ഓഫ് ലെഗസി ഓഫ് സർവീസസ് അല്ലേ, അവരുടെ ആ ഒരു സേവനം അല്ലേ, നമുക്കൊരു എന്നും ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്നതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ ആ സേവനം, മറ്റുള്ളവരെ സഹായിക്കുന്ന സേവനങ്ങളും അതിനെടുത്ത ആ ഒരു ധൈര്യവും ഒക്കെയാണ് അവരെ നമ്മൾ റിമെമ്പർ ചെയ്യുന്നത്. വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? കറേജ് ആൻഡ് നോബൽ ക്വാളിറ്റീസ് അല്ലേ. അങ്ങനെ കറേജായിട്ടും നോബൽ ക്വാളിറ്റീസുമായിട്ടുള്ള, അതായത് മാന്യതയും ധൈര്യവുമായിട്ടുള്ള ക്വാളിറ്റീസാണ് ഈ സ്പെഷ്യൽ ഹീറോസ് മേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ പാഠഭാഗം ഒന്ന് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി എബൌട്ട് എ ലിറ്റിൽ ഹീറോ അല്ലേ. ലിറ്റിൽ ഹീറോ, ചെറിയ ഒരു ഹീറോ ആയിട്ടുള്ള, അതായത് നായകരായിട്ടുള്ള കുറച്ച് ഒരു കഥയാണ് അല്ലേ. ലിറ്റിൽ ഹീറോസിൻ്റെ ഒരു കഥയാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നാണ് ഹെഡിങ്. എന്താണ് ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ? ബിഗ് കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കൈയും വലിയ ധൈര്യവും അല്ലേ. കറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യം. അപ്പോൾ ചെറിയ കൈ, ചെറിയ കുട്ടികളുടെ ആ ധൈര്യത്തെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഫൺ ടൈം, തമാശയുടെ ഒരു സമയം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഇസാക്ക്. ദിൽനയും അവളുടെ ചെറിയ ഒരു സഹോദരനുമാണ്. സഹോദരൻ്റെ പേരെന്താണ്? ഇസാക്ക് എന്നാണ്. വേർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അവളുടെ വീട്ടിൻ്റെ ബാക്കിലുള്ള ബാക്ക് യാർഡിൽ അവർ എന്താണ്? കളിക്കുകയാണ്. പ്ലേയിങ് എന്ന് പറഞ്ഞാൽ കളിക്കുകയാണ് രണ്ടുപേരും കൂടെ. ദിൽന ലുക്ക്ഡ് അപ്പ് ദ സ്കൈ ആൻഡ് സെഡ്. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ. ദിൽന ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇസാക്ക്, വി ഷുഡ് ഗോ ഇൻസൈഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഇസാക്ക്, നമുക്ക് എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ കയറാം, കാരണം മഴ വരുന്നുണ്ട്. ഞാൻ കരുതുന്നത് മഴ ഇപ്പോൾ വരും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൻ്റെ അകത്തേക്ക് പോകാമെന്ന് ദിൽന ഇസാക്കിനോട് പറയാണ്. യെസ്, ലെറ്റ്സ് ഗോ. ശരിയാണ്, നമുക്ക് പോകാം. ഇസാക്ക് നോഡ് എ ലിറ്റിൽ വെറീഡ്. അവന് എന്താണ്? ലിറ്റിൽ വെറീഡായിട്ട് അവന് പറഞ്ഞു, ശരിയാണ്, നമുക്ക് പോകാമെന്ന്. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീട്ടിൻ്റെ അകത്തേക്ക് ഓടി. ദേ വെൻറ്റ് സ്ട്രൈറ്റ് ടു ദ കിച്ചൺ
ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു, കിച്ചണിൽ പോയിട്ട് നേരെ അവർ കിച്ചണിലേക്ക് പോയി. അപ്പോഴാണ് അവിടെ ടേബിളിൽ ഒരു പാത്രത്തിൽ കുക്കീസ് ഇരിക്കുന്നത് കണ്ടത്, അല്ലേ? കുക്കീസ്, ബിസ്ക്കറ്റ് ഇരിക്കുന്നത് കണ്ടത്. കുക്കീസ് ഇസാക്ക് സെർവ്ഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. എന്താണ് കുക്കീസോ, അല്ലേ? ബിസ്ക്കറ്റ് കാണുമ്പോൾ നമുക്കുണ്ടാവില്ലേ ഭയങ്കര സന്തോഷം, അതുപോലെ ഇസാക്ക് പറഞ്ഞു. എന്നിട്ട് അവൻ ആ പ്ലേറ്റിൽ നിന്നും ഒന്നെടുത്ത്, അല്ലേ? ബിഗ് സ്മൈൽ, വളരെ സന്തോഷത്തോടു കൂടി. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കീസ്. ദിൽനയും ആ പ്ലേറ്റിൽ നിന്ന് ഒരു കുക്കീസ് എടുത്തു. മം ഇറ്റ്സ് റെയിനിങ്, അല്ലേ? റെയിനിങ്, അമ്മേ മഴ പെയ്യുന്നുണ്ട്. ഇസാക്ക് ഷൗട്ടഡ്. ഇസാക്ക് ഉച്ചത്തിൽ പറഞ്ഞു. ദർ വാസ് നോ റിപ്ലൈ. പക്ഷെ അവിടുന്ന് ഒരു മറുപടിയും അവർക്ക് കിട്ടിയില്ല. ഇനി നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വേർ ദ ചിൽഡ്രൻ പ്ലേയിങ്? എവിടെയാണ് ചിൽഡ്രൻസ് കളിച്ചിരുന്നത്? അവരുടെ ഹൗസിലെ ബാക്ക് യാർഡിലായിരുന്നു, അല്ലേ? ഡു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? നിങ്ങൾക്ക് മഴ കൊണ്ട് നനയാൻ ഇഷ്ടമാണോ? മഴ കൊണ്ട് കളിക്കാൻ ഇഷ്ടമാണോ? മഴയത്ത് കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ, അല്ലേ? ഇസാക്ക് അമ്മയോട് മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു റിപ്ലൈയും വന്നില്ല, അല്ലേ? ഒരു മറുപടിയും വന്നില്ല. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? നമുക്ക് നോക്കാം പിന്നീട് എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന്. അടുത്തെന്താ? ടിയേഴ്സ് ഓഫ് ഫിയർ, അല്ലേ? ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുനീര്. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, അല്ലേ? ഭയത്തിൻ്റെ കണ്ണുനീര്. അങ്ങനെ നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ട്, അല്ലേ? അമ്മ അവിടെ വീണ് കിടക്കുന്നുണ്ട്. മക്കളല്ലേ, ഇസാക്കും ദിൽനയും അവിടെ നിൽക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ദെൻ ദേ റാൻ ടു ദ ലിവിങ് റൂം. അവരവിടെ നിന്നും ലിവിങ് റൂമിലേക്ക് ഓടി. മദർ വാസ് ലേയിങ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ അവർ കണ്ട കാഴ്ചയാണ്. മദർ എന്താണ്? ഫ്ലോറിൽ ലേയിങ്, വീണ് കിടക്കുന്നുണ്ട്, അല്ലേ? മം, ദിൽന കോൾഡ് ലൗഡ്ലി, അല്ലേ? ദിൽന ഉറക്കെ അമ്മയെ എന്ന് വിളിച്ചു. ഷീ ഡിഡിൻ ആൻസർ, അല്ലേ? പക്ഷെ അമ്മ ഒന്നും ഉത്തരം പറയുന്നില്ല. വൈ ഈസ് മം ലേയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഇസാക്ക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ, അല്ലേ? ഇസാക്ക് കുഞ്ഞു ബ്രദർ, അല്ലേ? ദിൽനയുടെ ബ്രദർ ചോദിക്കുകയാണ്, എന്താണ് അമ്മ താഴത്ത് കിടക്കുന്നത്? അമ്മ ഉറങ്ങുകയാണോ? ഇസാക്ക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഇസാക്ക് അവൻ്റെ സിസ്റ്ററോട് ചോദിച്ചു. മാം വേക്കപ്പ്, ഹീ ക്രൈഡ്. എന്നിട്ട് അവന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മ എഴുന്നേൽക്കൂ. ഡോൺ വെറി ഇസാക്ക്, ഷീ വിൽ ബി ഓക്കെ, ദിൽന സെഡ്, ട്രൈങ് ടു കൺസോൾ ഹിം, അല്ലേ? ദിൽന അപ്പം എന്താണ്? നീ വിഷമിക്കേണ്ട ഇസാക്കെ, അമ്മ ഓക്കെ ആണ്, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. ദിൽന എന്ത് ചെയ്തു? അങ്ങനെ അവനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. ദിൽന പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിയിട്ട് അമ്മയെ കുലുക്കിക്കൊണ്ട് വിളിക്കുകയാണ്, അല്ലേ? മം പ്ലീസ് വേക്കപ്പ്, അമ്മയെ ദയവ് ചെയ്ത് ഇന്ന് എഴുന്നേൽക്കൂ. ദിൽന ബെഗ്ഡ്, അവൾ യാചിച്ചു കൊണ്ട് പറഞ്ഞു. ബട്ട് ഷീ ഡിഡിൻ മൂവ്. പക്ഷെ അമ്മയ്ക്ക് ഒരു അനക്കം അവിടെ ഉണ്ടായിരുന്നില്ല. ദിൽന ട്രൈഡ് അഗെയിൻ, പിന്നെയും അവൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഷെയ്ക്കിങ് ഹെർ ലിറ്റിൽ ഹാർഡർ, കുറച്ച് ശക്തിയായിട്ട് എന്ത് ചെയ്തു? അമ്മയെ ഇങ്ങനെ കുലുക്കി കുലുക്കി വിളിച്ചു. ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻ റെസ്പോണ്ട്. അപ്പോഴും അമ്മ എന്ത് ചെയ്തില്ല? ഒരു മറുപടിയും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇസാക്സ് ഹൈസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്, അല്ല? ഇസാക്കിൻ്റെ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. ഇനി നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ? മദറിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? എന്താണ് സംഭവിച്ചത് എന്നാണ് കേട്ടോ. ഫാൾ ഡൗൺ ഓൺ ദ ഫ്ലോർ, അല്ലേ? ഫ്ലോറിലേക്ക് വീണിട്ടുണ്ടായിരിക്കും. പിന്നെ വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്? എന്താണ് ദിൽന അമ്മ എണീക്കാൻ വേണ്ടി ചെയ്തത്? ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി, അല്ലേ? വാട്ട് വിൽ ദിൽന ആൻഡ് ഇസാക്ക് ഡു നെക്സ്റ്റ്? എന്തായിരിക്കും പിന്നീട് ദിൽനയും ഇസാക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക? നമുക്ക് നോക്കാം പിന്നീട് അവരെന്തായിരിക്കും ചെയ്തതെന്ന്. ദ കറേജ്, ധൈര്യം, അല്ലേ? ദിൽന വാസ് ഓൺലി 8 years old. ദിൽനയ്ക്ക് 8 വയസ്സേ ആയിട്ടുള്ളൂ. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ്, പക്ഷേ മൂത്ത കുട്ടി എന്ന നിലയിൽ ഷീ ഹാഡ് ടു ഡു സംതിങ്. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഷീ ഫെൽറ്റ് സ്കെയർഡ്, അവൾക്ക് പേടിയുണ്ട്. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. പക്ഷെ അവൾക്കറിയാം അവൾക്ക് പേടിയുണ്ടെങ്കിലും അവൾ ശാന്തയായിട്ട് നിൽക്കുകയാണ്. ഷീ ലുക്ക്ഡ് എവ്രിവെയർ, അവൾ എന്നിട്ട് ചുറ്റും നോക്കി.
സഡൻലി പെട്ടെന്ന് ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ അവൾ ഒരു ഗെയിം കളിച്ചതായിട്ട് പെട്ടെന്ന് അവളുടെ ഓർമ്മയിൽ വന്നു. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അല്ല, അവൾ ഓർക്കണം, അവളെ മുത്തശ്ശി അവളോട് ഫോൺ എടുത്തിട്ട് 101 നമ്പറിലേക്ക് വിളിച്ചിട്ട്, എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട് കളിച്ചിരുന്ന ആ ഗെയിമിനെ കുറിച്ച് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. വാട്ട്സ് യുവർ നെയിം? അപ്പോൾ ചോദിക്കും, എന്താ നിങ്ങളുടെ പേര്? വേർ ഡു യു ലീവ്? നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? ദിൽന റിയലൈസ്ഡ് ദിസ് വാസൻ ഗെയിം എനിമോർ. എന്നാൽ അവൾ എന്താ ചിന്തിക്കുക, ഇത് വെറും ഒരു ഗെയിമല്ല ഇപ്പോൾ. ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അവൾക്ക് മനസ്സിലായി അവൾക്ക് എന്താ ചെയ്യേണ്ടത് എന്ന്. അല്ലേ, അവൾ ആ ഓർക്കുന്ന ചിത്രം അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. ദിൽനയും ദിൽനൻ്റെ മുത്തശ്ശിയും കളിച്ചിരുന്ന ആ ഗെയിമിനെ കുറിച്ച് അവളിങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? ഷീ ഈസ് ദ എൽഡർ ഓഫ് ദ ഫാമിലി. വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ? എമർജൻസി നമ്പറിലേക്ക് അല്ലേ മുത്തശ്ശിയും അവളും ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്ന ഒരു ഗെയിം അവൾ കളിക്കുമായിരുന്നു. വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് ദിൽന എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ ദിൽന ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് അല്ലേ. ദ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിനായിട്ടുള്ള ഒരു വിളി. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അങ്ങനെ അവൾ ഫോണിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് 101 എന്ന് പറയുന്ന നമ്പർ ഡയൽ ചെയ്തു. ദ ഹെൽപ്പ് ലൈൻ നമ്പർ, അത് ഹെൽപ്പ് ലൈൻ, സഹായത്തിന് വിളിക്കുന്ന നമ്പറായിരുന്നു. ഹെർ ഹാൻഡ്സ് വാസ് ഷേക്കിംഗ്, അവളുടെ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. അപ്പോൾ അപ്പുറത്ത് ലൈനിൽ നിന്നും ഒരു ലേഡിയുടെ സൗണ്ട് വന്നു. 101 വാട്ട്സ് യുവർ എമർജൻസി? ഇത് നമ്പർ 101 ആണ്. എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം? ദിൽന ലുക്ക് എ ഡീപ്പ് ബ്രീത്ത്. ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദിൽന അവൾ ദീർഘശ്വാസം എടുത്തു. ഹലോ, ദിൽന പറയാണ്, മൈ നെയിം ഈസ് ദിൽന, എൻ്റെ പേര് ദിൽനയാണ്. മൈ മമ്മി ഈസ് ലേയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. ഇപ്പോഴും എൻ്റെ അമ്മ താഴെ വീണ് കിടക്കുകയാണ്. ബട്ട് ഐ കാൺ വേക്ക് ഹെർ അപ്പ്. ഞങ്ങൾക്ക് അവളെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല അമ്മ. ദ ലേഡി ആസ്ക്ഡ്. അപ്പോൾ അവിടെ നിന്നും ലേഡി ചോദിക്കുകയാണ്, വേർ ഇസ് യുവർ ഫാദർ? നിങ്ങളുടെ അച്ഛൻ എവിടെയാണ്? ദിൽന റിപ്ലൈഡ്. ദിൽന പറഞ്ഞു, മറുപടി കൊടുക്കുകയാണ്, ഹീ ഈസ് വർക്കിംഗ് അബ്രോഡ്. അല്ലെ, അച്ഛന് വിദേശത്ത് വർക്ക് ചെയ്യാണ്, ജോലിയാണ് എന്ന് പറയാണ്. ദിൽന, ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ശരി ദിൽന, നീ ചെയ്തത് നല്ല ഒരു ജോബാണ് അല്ലേ, നീ ചെയ്ത പ്രവൃത്തി നല്ലതാണ്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്സ്? നിങ്ങളുടെ അഡ്രസ്സ് വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. സോഫ്റ്റ്ലി, വളരെ സൗമ്യതയോടും സീരിയസ് ആയിട്ടും ആ ലേഡി ചോദിച്ചു. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. ദിൽന ഉറക്കെ അല്ലേ സ്പീക്ക് ഒച്ചത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് തോട്ട് അവളുടെ ഗ്രാൻഡ് മദർ പറഞ്ഞ തോട്ട്, ഐ ലീവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി എന്ന് പറഞ്ഞ് അവളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. താങ്ക് യു ദിൽന, വളരെ നന്ദി ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കാം. ദ ലേഡി സെഡ്, ആ ലേഡി പറഞ്ഞു. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ്സ് ദർ. ഓക്കെ, നിങ്ങൾ ആ ഫോണിൻ്റെ അടുത്ത് തന്നെ നിൽക്കൂ, ആ ഫയർമാൻ വരുന്നത് വരെ. ദിൽന എഗ്രീഡ്. ദിൽന ഉറപ്പ് പറഞ്ഞു അവിടെ തന്നെ നിൽക്കാമെന്ന്. ആ ലേഡി പറഞ്ഞു, നിങ്ങൾ ആ ഫയർമാൻ വരുന്ന വരെ അവിടെ തന്നെ നിൽക്കണം, അൺടിൽ ആ ഫയർമാൻ ഗെറ്റ്. അപ്പോൾ ദിൽന അതിനെ സമ്മതിച്ചു. ഹോം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്? വാട്ട് ഡിഡ് ദ ലേഡി സേ? ആരെയാണ് ദിൽന സഹായത്തിന് വിളിച്ചത്? ആരെയാണ്? എമർജൻസി നമ്പറിലല്ലേ. വാട്ട് ഡിഡ് ദ ലേഡി സേ? ആ ലേഡി എന്താ പറഞ്ഞത്? സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ അല്ലേ, ഫയർമാൻ വരുന്നവരെ അവിടെ തന്നെ നിൽക്കാൻ. ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ദിൽനയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? പിന്നെയുള്ള ചിത്രത്തിൽ 2 ഫയർമാൻ വന്ന് അമ്മയെ നോക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. റിലീഫ്. ദിൽന ഹിയർ ദ സൈറൺ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ.
അങ്ങനെ ദിൽന കേട്ടു എന്ത് ഫയർ എഞ്ചിൻ്റെ സൗണ്ട് അല്ലേ. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. അങ്ങനെ അവസാനം അവിടെ എത്തി വാതിൽ മുട്ടി. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ് ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ. അല്ലേ, ആ ലേഡി ഫോൺ ചെയ്ത് പറഞ്ഞു ദിൽന ഇപ്പോൾ നിങ്ങൾ സേഫാണ്, ഇനി നിങ്ങൾ ഡോർ തുറക്കൂ. ദ ഫയർമെൻ ആർ ദർ. ആ ഫയർമെൻ അവിടെ ഉണ്ട്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അങ്ങനെ അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. ടു ഫയർമെൻ റഷ്ഡ് ഇൻ. രണ്ട് ഫയർമാന് ഉള്ളിലേക്ക് വന്നു. ദിൽന ലെഡ് ദം ടു ദ ലിവിങ് റൂം. അവരെ ദിൽന ലിവിങ് റൂമിലേക്ക് കൊണ്ടുവന്നു. ഹെർ മം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. അവളുടെ അമ്മ അപ്പോഴും നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഇസാക്ക്. ആരാണ് ഇസാക്കിനെയും ദിൽനയും സഹായിക്കാനെത്തിയത്? ടു ഫയർമാൻ അല്ലേ, 2 ഫയർമാൻസാണ് വന്നത്. ടൈംലി ഹെൽപ്പ്, സമയത്തുള്ള സഹായം അല്ലേ. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമാൻസ് എന്താ ചെയ്ത് അവളുടെ അമ്മയെ പരിശോധിച്ചിട്ട് വേണ്ട ഫസ്റ്റ് എയ്ഡ് കണ്ടില്ലേ നിങ്ങൾ? ശുശ്രൂഷ കിറ്റ് അത് കൊടുത്തു അല്ലേ. ഫസ്റ്റ് എയ്ഡ് വെച്ച് അവളെ സഹായിച്ചു. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. അങ്ങനെ സാവധാനം അമ്മ കണ്ണു തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അങ്ങനെ കുറച്ച് വാട്ടർ അവൾക്ക് കൊടുത്തു. അപ്പോൾ കുറച്ച് ബെറ്ററായി തുടങ്ങി. മം ഇസാക്ക് ഷൗട്ടഡ് വിത്ത് ജോയ്. ഇസാക്ക് ഉച്ചത്തിൽ സന്തോഷത്തോടു കൂടി അമ്മയെ എന്ന് വിളിച്ചു. മം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്. ദിൽന സെയ്ഡ്. അപ്പോൾ ദിൽന പറഞ്ഞു അമ്മേ ഇവരാണ്, ഈ പീപ്പിളാണ് ഞങ്ങളെ സഹായിച്ചത്. താങ്ക് യു, നന്ദി. ദ മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അങ്ങനെ അമ്മ എന്ത് ചെയ്തു? അമ്മ സോഫ്റ്റായിട്ട് ചിരിച്ചിട്ട് ഫയർമാനെ നോക്കി അല്ലേ, ഫയർമാനോട് പറഞ്ഞു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. അതിലൊരു ഫയർമാൻ അമ്മയോട് പറഞ്ഞു യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നിങ്ങളുടെ മകള് വളരെ ഒരു നല്ല തീരുമാനമാണ് എടുത്തത്. ഷീ ഈസ് എ ഹീറോ. അവളാണ് ഹീറോ. ദിൽന ഫെൽറ്റ് ഹാപ്പി. അത് കേട്ടപ്പോൾ ദിൽനക്ക് വളരെയധികം സന്തോഷമായി. ആക്ച്വലി ഐ വാസ് സ്കെയേർഡ്. ദിൽന അഡ്മിറ്റഡ്. ദിൽന പറയാൻ ആക്ച്വലി യഥാർത്ഥത്തിൽ ഞാൻ സ്കെയർഡായി, ഞാനൊന്ന് പേടിച്ചു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്തേ ഉള്ളൂ. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ഫയർമാൻ എന്താണ് ചിരിച്ചുകൊണ്ട് ഫയർമാൻ അവളെ തലോടി അല്ലേ. ചിത്രത്തിൽ കണ്ടില്ല, അവൾ പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ചിത്രത്തിൽ കണ്ടല്ലേ ഫയർമാനെ അവളെ തലോടുന്നതും അമ്മ സുഖമായിരിക്കുന്നതും ഇസാക്ക് അടുത്ത് നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? അവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്. മദർ എണീക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? ഫയർമാൻ ഗേവ് ഫസ്റ്റ് എയ്ഡ് അല്ലേ, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. വൈ ഡിഡ് ദ ഫയർമാൻ സേ ദ ദിൽന വാസ് എ ഹീറോ. എന്തുകൊണ്ടാണ് ഫയർമാൻ ദിൽനയാണ് ഹീറോ എന്ന് പറയാൻ കാരണം? ദിൽന ഇൻഫോംഡ് ദം ഓൺ ടൈം. കറക്റ്റ് സമയത്ത് തന്നെ ഇൻഫോം ചെയ്തു അല്ലേ, അതുകൊണ്ടാണ് ദിൽന ഹീറോ ആയത് എന്ന് ഫയർമാൻ പറയാൻ കാരണം. അടുത്ത ചിത്രത്തിൽ നിങ്ങൾ അമ്മയും ഇസാക്കും ദിൽനയും ഫയർമാനൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. എന്തോ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്, അവാർഡ് ഫോർ ബ്രേവറി. എന്താ പിന്നീട് സംഭവിച്ചത്? ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. ഫയർമാൻ എന്ത് ചെയ്തു? ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. എന്തിനായിരുന്നു? അവൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി. ഷീ ഡിഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അപ്പോൾ എന്താണ്? ഷി വാസ് എ ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവൾക്ക് എന്താണ്? അവളൊരു ശരിക്കും ഒരു ഹീറോ ആയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഷി വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവൾക്ക് സന്തോഷം എന്താണ്? അവളെ അമ്മയെ രക്ഷിക്കാൻ സുരക്ഷിതമാക്കിയതിൽ അവൾ സന്തോഷിച്ചു. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ, അങ്ങനെ ഫയർ സ്റ്റേഷനിൽ നിന്നും പോകാനാവുന്ന സമയത്ത് ദിൽന ടേൺ ടു ഇസാക്ക് ആൻഡ് സൈഡ്. ദിൽന എന്ത് ചെയ്തു? ഇസാക്കിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യു നോ, നിനക്കറിയാമോ, ഇൻ ആൻ എമർജൻസി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. നിനക്ക് എമർജൻസി ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിനക്കറിയാമോ എന്താ ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. എന്താണ് ചെയ്യേണ്ടത് എമർജൻസി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐ വിൽ ടീച്ച് യു, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് ലൈക്ക്
ഗ്രാൻഡ് മദർ തോട്ട് മീ അല്ലേ, ഗ്രാൻഡ് മദറെ എങ്ങനെയാണോ എന്നെ പഠിപ്പിച്ചത് അതുപോലെ ആ ഗ്രാൻഡ് മദറുടെ തോട്ട് പോലെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇസാ ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഇസാക്ക് എന്ത് ചെയ്തു, അവളെ സിസ്റ്ററെ നോക്കിക്കൊണ്ട് ചിരിച്ചു. താങ്ക്സ് ദിൽന, നന്ദി ദിൽന, യു ആർ ദ ബെസ്റ്റ്, നീയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇസാക്ക് പറഞ്ഞു. ഈ പാഠം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇനി വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ? എന്തിനാണ് ഫയർമാൻസ് ഫയർ സ്റ്റേഷനിലേക്ക് ദിൽനനെ വിളിച്ചത്? ഫോർ ഗേവ് എന്ത് കൊടുക്കാൻ? ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. വൈ ഡിഡിൻ ദിൽന കൺസിഡർ ഹെർസെൽഫ് ആസ് ഹീറോ? ദിൽന എന്തുകൊണ്ടാണ് അവളൊരു ഹീറോ ആയിട്ട് അവൾക്ക് തോന്നാഞ്ഞത്? അവൾക്ക് അവളെ അമ്മയെ സുരക്ഷിതമായ ഒരു ഫീലിംഗ് ആണ് അല്ലേ, അവളൊരു ഹീറോ ആയി എന്നുള്ള ചിന്തയല്ല വന്നത്. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി? എന്ത് കഥയാണ് നിങ്ങൾ ഈ പാഠത്തിൽ നിന്നും പഠിച്ചത്? ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മീനിങ്, മലയാളം എക്സ്പ്ലനേഷൻ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി